പോലീസ് സംരക്ഷണയോടെ പരോളിലിറങ്ങി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ടോ എന്ന തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ സുഗതന്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിലാണ് ഉദ്യോഗസ്ഥ ഗുരുതരമായ വീഴ്ച വരുത്തിയത്. പരോൾ ലഭിക്കില്ല എന്ന് മാത്രം മറുപടി നൽകേണ്ടതിന് പകരം അയോഗ്യത ഒഴിവാക്കാനുള്ള വഴികൂടി ഉദ്യോഗസ്ഥ അങ്ങോട്ട് നിർദ്ദേശിക്കുകയായിരുന്നു. കൗൺസിലിൽ അവധി അപേക്ഷ നൽകി അത് വോട്ടെടുപ്പിലൂടെ പാസാക്കിയാൽ അംഗത്വം സുരക്ഷിതമാക്കാം എന്നായിരുന്നു കത്തിലെ പ്രധാന ഉള്ളടക്കം. ഈ അസാധാരണ നടപടിയുടെ പേരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയെ സർക്കാർ സർവീസിൽ നിന്നും അടിയന്തരമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുന്ന പ്രതിക്ക് നിയമപരമായി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. വകുപ്പ് മന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ടാണ് ഉദ്യോഗസ്ഥ ഈ വഴിവിട്ട സഹായം ചെയ്തത്. ഫയലുകളിൽ ദുരുദ്ദേശപരമായ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും വരുത്തിയാണ് ഡോക്ടർ ചിത്ര കത്ത് തയ്യാറാക്കിയതെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ജനപ്രതിനിധി സ്ഥാനം എങ്ങനെ നിലനിർത്താം എന്ന് സർക്കാർ സംവിധാനം തന്നെ ഉപദേശം നൽകിയത് വലിയ ഭരണഘടനാപരവും ധാർമ്മികവുമായ ചോദ്യങ്ങളാണ് ഉയർത്തിയത്. എന്നാൽ വിവാദ കത്ത് നൽകിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ മാത്രം പിഴവാണെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ മന്ത്രിമാരുടെ ശ്രമമെന്ന ആക്ഷേപവും ശക്തമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിരസിച്ച അപേക്ഷ ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചത് ചില ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയിലൂടെയാണെന്നും ചൂണ്ടിക്കാട്ടി തലയുരാനുള്ള ശ്രമം വകുപ്പ് മന്ത്രി KM ഷാജി നേരത്തെ തന്നെ നടത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രിയും ഉദ്യോഗസ്ഥ തലത്തിലെ പിഴവാണെന്ന ന്യായമാണ് ഈ വിഷയത്തിൽ നിരത്തുന്നത്. അതേസമയം സമാനമായ വീഴ്ച വരുത്തിയതിന് ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിക്കെതിരെയും ഇപ്പോൾ വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട്. തദ്ദേശ വകുപ്പ് തയ്യാറാക്കി നൽകിയ വിവാദ കത്ത് യാതൊരുവിധ പരിശോധനകളും കൂടാതെ അതേപടി പകർത്തി നൽകി എന്നതാണ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥനെതിരെയുള്ള ഗുരുതരമായ ആരോപണം. തദ്ദേശ വകുപ്പ് നൽകിയ കത്ത് ആഭ്യന്തര വകുപ്പ് ഒരു പരിശോധനയുമില്ലാതെ കൈമാറിയതിൽ ആഭ്യന്തരമന്ത്രിക്കും കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. ഒരു ഉദ്യോഗസ്ഥയ്ക്ക് മാത്രം ഇത്രയും വലിയൊരു തിരിമറി ഒറ്റയ്ക്ക് നടത്താനാകുമോ എന്ന സംശയവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. നിലവിൽ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്ക് എതിരായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിന് പിന്നാലെ കൂടുതൽ അച്ചടക്ക നടപടികൾ ഉണ്ടായേക്കാം. നഗരസഭാ കൗൺസിലിൽ മേയർ VV രാജേഷ് ഈ കത്താണ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ പ്രധാന ആയുധമാക്കിയത്. സുഗതനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന് നിർണായകമായ രക്ഷാകവചം ഒരുക്കിയത് തദ്ദേശ വകുപ്പിൽ നിന്ന് ലഭിച്ച ഈ ഔദ്യോഗിക കത്തായിരുന്നു. ഈ വിഷയത്തെ ചൊല്ലി മുൻപ് നടന്ന തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗങ്ങളിൽ വലിയ സംഘർഷങ്ങളും കയ്യാങ്കളിയുമാണ് അരങ്ങേറിയത്. ജയിലിൽ കിടക്കുന്ന കൗൺസിലർക്ക് അനുകൂലമായി മേയർ നിലപാടെടുത്തതോടെ നഗരസഭയുടെ സുഗമമായ പ്രവർത്തനം തന്നെ ദിവസങ്ങളോളം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. സുഗതന് അവധി നൽകി കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താൻ BJPയെ സഹായിക്കുന്നത് പഴയ കോലീബി അഥവാ കോൺഗ്രസ് ലീഗ് BJP സഖ്യമാണെന്ന വിമർശനം ഇതിനിടെ അതിരൂക്ഷമായും ഉയർന്നു. ഈ രാഷ്ട്രീയ ആരോപണം സർക്കാരിനെയും ഭരണമുന്നണിയെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്.